എല്ലാവർക്കും ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് വന്ന് കിച്ചണിൽ ചെറിയ പണികളൊക്കെ ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് പുട്ടാണ് ഉണ്ടാക്കാം. അപ്പം ഇന്ന് പുട്ട് വേണ്ട, വേറൊരു തരം പലഹാരം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വാ. ആദ്യം 1 കപ്പ് തലേദിവസത്തെ ചോറുണ്ടല്ലോ, അത് ഇടണം. പിന്നെ 1 നുള്ള് ഉപ്പ് പാകത്തിന്. പിന്നെ അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കേട്ടോ, ചെറിയതായിട്ട് മതി വെള്ളം. എന്നിട്ട് മിക്സിയിൽ അടിക്കണം. വെച്ച് ഈ ചോറുണ്ടല്ലോ, നമ്മൾ കുഴയ്ക്കാൻ വെക്കണ പാത്രമില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് 3 കപ്പ് മൈദയാണ് ഇതിൻ്റെ കണക്ക്, അളവ് അനുസരിച്ച് ഇടുന്നത് കേട്ടോ. 3 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഗ്ലാസ് കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. കുഴയ്ക്കുന്നതിന് മുമ്പേ ഇത് നെയ്യ് ഒഴിക്കണം കേട്ടോ. ഇവിടെ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതാണ് ഇതിൽ ചേർക്കണം കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കണം കേട്ടോ. പൊടിയെല്ലാം കുഴച്ച് ചെറിയ ബോൾസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. കുറച്ച് എണ്ണ ദോശത്തവയിൽ തടവി കൊടുത്ത ശേഷം പരത്തിയ ചപ്പാത്തിന്നോ അല്ലെങ്കിൽ എന്താ പറയുക പൊറോട്ടന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പം അത് എടുത്ത ശേഷം ഒരു 3-5 പ്രാവശ്യം മറിച്ചിടുന്നുണ്ടോ കേട്ടോ. തിരിച്ച് മറിച്ചിടുന്നുണ്ടോ, വളരെയധികം ഹാർഡാക്കാൻ നിൽക്കണ്ട, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ 3-5 പ്രാവശ്യം മറിച്ചിട്ടാൽ മതി കേട്ടോ. ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റായ അപ്പം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ കടലക്കറിയോ മുട്ടക്കറിയോ കൂടെ കഴിക്കാം. നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.